വെൽക്കം ബാക്ക് കാത്തൂസ് മാജിക് വ്ളോഗ്. ഇത് കണ്ടോ, ഇത് മുക്കുറ്റിയാണ്. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയല്ലേ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഔഷധക്കഞ്ഞികളൊക്കെ നമ്മൾ കുടിക്കണം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഔഷധക്കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ആരോഗ്യമൊക്കെ നല്ല മെച്ചപ്പെട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ടാണ് എല്ലാവരും ഈ കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. അതായത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൽ വേദനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ മുക്കുറ്റി ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മളുടെ പറമ്പുകളിലൊക്കെ നമ്മൾ പിഴുതെറിയുന്ന ഒരു വസ്തുവാണ് ഈ മുക്കുറ്റി. അപ്പം ഇതിനകത്ത് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ മുക്കുറ്റി. ഇത് നമ്മൾ ഗണപതി ഭഗവാന് മാല കെട്ടിയിടത്തില്ലേ, അപ്പോൾ ഇത് നമ്മൾക്ക് പ്രമേഹ രോഗത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ മലബന്ധമൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊക്കെ കുടിക്കുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ അതുപോലെ നമുക്ക് ഈ മുറിവൊക്കെ വരത്തില്ലേ, ഈ മുറിവൊക്കെ വരുമ്പോൾ ഇതിൻ്റെ നീരൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ ചേർക്കുമ്പോൾ പിന്നെ നമ്മുടെ മുറിവെ തേക്കുമ്പോൾ നമുക്ക് ഈ മുറിവൊക്കെ മാറിക്കിട്ടും. പിന്നെ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ മുക്കുറ്റിക്ക്. എനിക്ക് എല്ലാവൊന്നും അറിയത്തില്ല, പിന്നെ ഞാൻ അറിയാവുന്ന കുറച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ ഡെലിവറി ടൈമിലൊക്കെ നമുക്ക് ഔഷധക്കഞ്ഞിയൊക്കെ നമുക്ക് തരുമല്ലോ, പച്ചിലക്കഞ്ഞികളൊക്കെ തരുമല്ലോ. അപ്പോൾ അതിലൊരു പ്രധാന വസ്തുവാണ് ഈ മുക്കുറ്റി. അപ്പം നമുക്ക് ഈ മുക്കുറ്റി നമുക്ക് കഞ്ഞി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണമാണ് ഈ മുക്കുറ്റിക്കഞ്ഞി. അപ്പം ഞാൻ 1-ാമത്തെ ദിവസം നമുക്ക് ഗണപതിക്ക് വെച്ച് തന്നെ അങ്ങ് തുടങ്ങാം. അപ്പോൾ മുക്കുറ്റി ആയിരിക്കട്ടെ കേട്ടോ. നമ്മുടെ മുക്കുറ്റി കഞ്ഞിക്കായിട്ട് നമ്മൾ ഈ മുക്കുറ്റി സമൂലമാണ് എടുത്തിരിക്കുന്നത്. അതായത് വേര്, പൂവ്, ഇല എല്ലാം മൊത്തത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ നമ്മൾ ഒരു പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകമേ കേട്ടോ. അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ. പിന്നെ അപ്പോൾ ഈ ജീരകവും അതുപോലെ തന്നെ ഈ മുക്കുറ്റിയും കൂടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ അതിനോട് നമ്മൾ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, അതായത് ഒരു എരിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഇല്ല, ഒരു പിഞ്ച് കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർക്കൊക്കെ ഇരിക്കും, അതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്ന അരിയാണെങ്കിൽ പിന്നെ പൊടിയരി എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മുടെ ഈ പച്ച നെല്ല് കുത്തിയ അരി ഉണ്ടല്ലോ, നമ്മൾ അങ്ങാടിക്കടലൊക്കെ പായസത്തിനൊക്കെ വെക്കുന്ന അരി കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ ചോറ് വെക്കുന്ന, അതായത് മട്ടയരി കുത്തിരി, ആ അരി പൊടിച്ചാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും വേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പിന്നെ വേണമെന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങയുടെ ഒരു മുറിയുടെ ഒരു പാലെടുത്ത്, ഇത് 1-ാം പാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കി വന്ന തേങ്ങയുടെ ആ പീരയെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞെടുത്ത് 2-ാം പാലുണ്ട് കേട്ടോ. അത് തോനെ വെള്ളമാക്കി ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചാണ് നമ്മൾ വേവിക്കുന്നത്. ഇതിലൂടെ ആ അരിക്കകത്തേക്ക് ഒഴിച്ചാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഈ ഇലയൊന്ന് നമുക്ക് പിന്നെ അരച്ച് മിക്സി വെച്ചൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ വേരും ഇലയും പൂവും ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി അരയാനൊക്കെ പാടുണ്ട്, കുഴപ്പമില്ല, എന്നാലും അരഞ്ഞു. പിന്നെ ഇങ്ങനെ അരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു കുക്കറിലേക്ക് ഒഴിക്കുക കേട്ടോ. നമ്മൾ കുക്കറിലിട്ടങ്ങ് അരി വേവിച്ചെടുക്കാമെന്ന് വെച്ചു. അപ്പം നന്നായിട്ടിതൊന്ന് വെന്ത് കലങ്ങി കിട്ടുമല്ലോ. ഇവിടെ കഞ്ഞി വെക്കാൻ ഇവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് എന്നെ സഹായിക്കാൻ. ഒരാൾ അരി കഴുകുന്നു, പാത്രം എടുത്ത് തരുന്നു. അപ്പോൾ സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ണിമോളും ഹരിനാരായണനും. അപ്പോൾ എൻ്റെ ജോലി അതുകൊണ്ട് പെട്ടെന്നൊക്കെ നടക്കും. അങ്ങനെ ഒരിച്ചിരി വെള്ളം എടുത്തേക്കാം. അപ്പോൾ അരി കഴിയുന്നുണ്ടോ? നമ്മൾ അരി കഴുകി
ഇതിനകത്തേക്ക് ഇടുവാണ്. ഇത് ഞാൻ മിക്സി വെച്ച് പൊടിച്ചെടുത്തേക്കുന്ന അരിയാണ് കേട്ടോ, നമ്മുടെ ചോറ് വെക്കുന്ന അരി. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. അടങ്ങി കുരുത്തക്കേടൊക്കെ കാണിക്കുക പിള്ളേർക്ക്, എന്ത് ചെയ്യാനാണ്, എന്നെ സഹായിക്കുവാണെന്ന് പറഞ്ഞിരുന്നിട്ട്. അപ്പം നമ്മൾ ഈ അരിയും ഇതിൽ, അപ്പം നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അതങ്ങ് എനിക്ക് വീഡിയോ ഓപ്പൺ ആക്കാതെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു പോയി. പിന്നെ എന്താണ്, അപ്പം ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിക്കാൻ പോവാം. അതെ വേണ്ട, നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. അത് ഏകദേശം 3/4 ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിക്കാം. അതായത് ഈ അരിയെല്ലാം ഒന്ന് വെന്ത് കിട്ടണ്ടേ നമുക്ക്. ശകലം കൂടെ വെള്ളം വേണം. ഇങ്ങനത്തെ നന്നായി മിക്സ് ചെയ്യണേ. മതി. ഇത്രയും നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. ഇതാണ്ട് നമ്മുടെ കഞ്ഞി വെന്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു പച്ച കളറൊക്കെ ഉണ്ട്, ആ ഇലയുടെ കളറൊക്കെ ഉണ്ട് കണ്ടോ. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ സമൂലം അരച്ചങ്ങ് ചേർത്തത് കൊണ്ട് നാരൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളവർ ഇതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞരിച്ചെടുത്തിട്ട് നമുക്ക് അരിക്കകത്ത് ചേർത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഇലയെല്ലാം ഇതിനകത്ത് അരച്ച് കലയ്ക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വാങ്ങാം. ഇത് പൊടിയരി ആയതുകൊണ്ട് നമ്മളൊരു 3-4 വിസിലേ അടിച്ചുണ്ട് കേട്ടോ. അപ്പം അപ്പോഴത്തേക്കാകുമ്പോൾ ഇത് വേഗം. അപ്പം നല്ല പച്ചരി, ഈ നെല്ലുകുത്തി പച്ചരിയൊക്കെ ആകുമ്പോൾ, എന്താ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയൊക്കെ ആകുമ്പോഴിത് അത്രയും വേവൊന്നും വരത്തില്ല. 1-2 വിസിലടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് വെന്ത് കിട്ടും. അതാണ്ട് ഇനി ഇതിലേക്ക് നമ്മളിത് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഇതാണ്ടേ നമ്മളുടെ സ്വാദിഷ്ടമായ എന്താണ് പിന്നെ മുക്കുറ്റിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ, എൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ 1-ാം പാലിൻ്റെയൊക്കെ ഒഴിച്ചത് കൊണ്ട് ടേസ്റ്റൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇതൊന്ന് ശകലം ഒന്ന് ഉണ്ണിമൂടെ വായി വെച്ച് കൊടുക്കട്ടെ. ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് ഇലയുടെ ചെവകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. പക്ഷെങ്കിൽ ഒരു ഡീമെറിറ്റ്സ് ഞാൻ പറയട്ടെ, ഞാനിത് മിക്സിയിലിട്ടാണ് ഇത് അരച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വേരൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടില്ല. അപ്പം പണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുമ്പോൾ ഇത് അരകല്ലേ വെച്ചാണ് അരയ്ക്കുന്നത്. ജീരകവും മുക്കുറ്റിയൊക്കെ അരകല്ലേ വെച്ചാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് അതങ്ങ് അരിഞ്ഞ് കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ ഈ മിക്സിയിൽ എളുപ്പ വഴിക്ക് വേണ്ടി മിക്സിയിൽ അരച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. അതേസമയം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ എന്താണ് പറയുന്നത്, മിക്സിയിൽ അരയ്ക്കുവാണെങ്കിൽ മുക്കുറ്റി തന്നെ ഇട്ട് അരച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ജീരകം നമ്മുടെ ഇടികല്ലിലെങ്ങാനും വെച്ചൊന്ന് കുത്തിച്ചതച്ചിട്ട് നമ്മൾ കുക്കറിലിട്ട് നമ്മൾ വേവിക്കണം. ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം. അല്ലെങ്കിൽ പിന്നെന്താണ് അരകല്ലേ വെച്ചുകൊണ്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും കർക്കിടക മാസം തീരുന്നതിന് മുമ്പേ ഇതൊരു കഞ്ഞിയാക്കി കുടിക്കണം കേട്ടോ. നമുക്ക് രക്തമൊക്കെ ഉണ്ടാകാനൊക്കെ നല്ലതാണ് മുക്കുറ്റി. അപ്പം ഞാനിനി ഇത് ഇവർക്കൊക്കെ ഇതൊന്ന് കൊടുക്കട്ടെ. അപ്പം എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടല്ലോ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ കാണണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പം ഞാൻ ഇനി ഇതൊക്കെ ഇവർക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. ബൈ.